ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ കോളേജ് നമ്മൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കാരണം റെയിൽവേ സ്റ്റേഷനോട് അടുത്താവുമ്പോൾ കുറേ പ്രാവശ്യം നമ്മൾ ഇതിലൂടെ നടന്നു പോകുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പോളി ഉണ്ട് എന്നറിയാം. അതല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തി ഇത്രയും കുട്ടികളൊക്കെ കാണാനുള്ളൊരു അവസരം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ വലിയ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിൽ. നമുക്ക് തുടങ്ങാം. ഇതൊരു ക്ലാസ് പോലെ നിങ്ങൾ കാണണ്ട, നമുക്കൊരു ഇൻട്രാക്റ്റീവായിട്ട് പരസ്പരം മിണ്ടിയും സംസാരിച്ചൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് പോവാം. ഷൈയൊന്നും വേണ്ട, ഒരു നാണോ ഒന്നും വേണ്ട. പൊതുവേ ഈ പ്രായത്തിലെ കുട്ടികൾക്ക് അതൊന്നും ഇല്ലാതെ ഞാൻ വിശ്വസിക്കണത്. എന്താണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നാണം എന്തെങ്കിലും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്നാ വൈബാക്കുകയല്ലേ? യെസ്, ആ രീതി കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ വിഷയത്തിലേക്ക്. അപ്പോൾ എന്താണ് സബ്ജക്റ്റ്, എന്താ എടുക്കാൻ പോകുന്നത്? അതെങ്കിലും അറിയോ? ഇവിടെ ഞാനൊരാൾ വന്നിട്ടുണ്ട് എന്നല്ലാതെ എന്താണ് എടുക്കാൻ പോകുന്നത്? മെൻസ്ട്രൽ ഹൈജീൻ ആൻഡ് ഗൈനക്കോളജിക്കൽ ഡിസോർഡർ. എന്താ ഈ ഗൈനക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ? എന്താ ഗൈനക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ? സ്ത്രീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? മെൻസ്ട്രൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും നിങ്ങളെ ഇറിറ്റേറ്റ് ആവുന്നതാണോ? കുറച്ച് വേദനയും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കി നിങ്ങൾ തന്നെ ചിലപ്പോൾ അയ്യോ കുടുങ്ങിയല്ലോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? കുറച്ച് പേർക്കൊക്കെ തോന്നും അല്ലേ? ഇങ്ങനെയൊക്കെ വന്ന് നിങ്ങളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടില്ലേ, ഒരു ചെറിയ പ്രായം കഴിഞ്ഞ് പ്രായം അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുന്ന ഒരു സംഗതിയാണ് എന്തെന്ന് പറയുന്നത്? മെൻസ്ട്രൽ ഹൈജീൻ എന്ന് പറയുന്നത് അല്ലേ? പിന്നെ നിങ്ങൾക്കൊരു 10-50 വയസ്സാവുന്ന വരെയുള്ള സമയം ഇത് നിങ്ങൾ അനുഭവിക്കുന്ന വേണം. അപ്പോൾ അതിനെക്കുറിച്ചില്ലേ ഒരു ധാരണ, അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് വേണം. ആ അറിവില്ലാന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും നമ്മളിൽ വരും. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? കൃത്യമായിട്ടുള്ളൊരു അറിവ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ആ അറിവ് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ഇവിടത്തോടു കൂടെ അങ്ങ് ശരിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് എൻ്റെ പരമാവധി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, മടുപ്പ് വരാണെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ നോർമൽ ആയിട്ടുള്ള കാര്യം ഇത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും വലിച്ചു നീട്ടി പറയുന്നില്ല. ചെറുതായിട്ട് നമുക്ക് എപ്പോഴാണ് മെൻസസ് നോർമലായിട്ട് തുടങ്ങുക? എന്നാ തുടങ്ങുക? എത്രാമത്തെ വയസ്സിലാണ് തുടങ്ങുക? ഒരു 9 വയസ്സ് മാക്സിമം. പോയി കഴിഞ്ഞാൽ എത്ര വയസ്സ് വരെ വരാം? ഒരു 14 വയസ്സ് വരെ വരാം. ഓക്കെ അല്ലേ? 9 വയസ്സിന് തുടങ്ങി ഒരു 14 വയസ്സ് വരെ. അതിൻ്റെ ഇടയിലാണെങ്കിൽ നോർമലാണ്. ഈ 9ന്റെ മുന്നേ വന്നാലും പ്രശ്നമാണ്, 14 കഴിഞ്ഞിട്ട് വന്നാലും എന്താണ്? ഇത് പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നോർമലായിട്ടുള്ള കാര്യമാണ്. എത്ര ദിവസം ഉണ്ടാവും ഫ്ലോ? നോർമലി എത്ര ദിവസമാണ് ഫ്ലോ കാണുക? മാക്സിമം. ഇതിൻ്റെ മുന്നേ ആണെങ്കിലും പ്രശ്നമാണ്, 7ക്ക് ശേഷം പോയി കഴിഞ്ഞാലും എന്താണ്? ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എത്ര ദിവസത്തെ ഒരു എത്ര ഗ്യാപ്പിൽ അത് വരിക? കറക്റ്റ് 28 ഡേയ്സ് ആണോ? അല്ല, കറക്റ്റ് 20 ഡേയ്സ് അല്ല. വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേ എന്നാണ്. വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേ ജനറൽ നോളജ് ഉണ്ടോ നോക്കട്ടെ, നിങ്ങളെ വിഷയമല്ലേ? എന്നാ വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേ? ഒരാൾക്കും അറിയില്ല. നിങ്ങളെ ദിവസത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേ നോ വൺ അറിയില്ല? ഒരാൾക്കും അറിയില്ല. എത്ര? 28 ആണ്, മെയ് 28. ഈ 28 എന്നവിടെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ആവറേജ് 28 ഡേ സൈക്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അത് വന്നത്. മെയ് 28 ആണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലായിട്ട് പറഞ്ഞു ഒരു 9 to 14 ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈക്കിൾ ലെങ്ത് 21 to 35, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 to 7 ഡേയ്സ്. കളർ പല ബ്രൈറ്റ് ഒക്കെ ആണെങ്കിൽ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. ഓവറായിട്ട് ക്ലോട്ടുകളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അധികമായിട്ട് ക്ലോട്ടുകൾ നിങ്ങളുടെ മെൻസസിൽ കാണുകയെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ മെനോപോസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു 15 ഇയേഴ്സ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ 45 എബോ ആ റേഞ്ചിൽ നമുക്ക് മെനോപോസ് എന്ന് പറഞ്ഞാൽ മെൻസസ് നിൽക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഉമ്മമാരിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെയും കുറേ അധികം ബുദ്ധിമുട്ട് അവരിൽ നമ്മൾ കാണാറുണ്ട്. ശരീരം മൊത്തം ചൂട് വരിക, ദേഷ്യം, അങ്ങനെ പലതരത്തിലെ ലക്ഷണങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഏറ്റവും ഫസ്റ്റായിട്ടുള്ള കാര്യം, മെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോ മാത്രമാണോ? അല്ല അല്ലേ? മെൻസസ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലോ മാത്രമല്ല, അതിൻ്റെ മുന്നേയും കുറേ അധികം കാര്യങ്ങൾ ഇതിലുണ്ട്, ഈ മെൻസസിൽ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. എന്താ കേട്ടിട്ടുണ്ടോ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത്? ഇല്ല. അപ്പം അതുവരെ ഭർത്താക്കന്മാരോടും
അതല്ലെങ്കിൽ ഭർത്താവിനോടും കാമുകനോടൊക്കെ ഹലോ ഇക്ക, അല്ലെങ്കിൽ എന്താ പറയുക തക്കുടു തുക്കുടു എന്നൊക്കെ പറഞ്ഞ് റൊമാൻറ്റിക് ആയിട്ടുണ്ടായിരുന്ന കുട്ടികൾ ആ ദിവസം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടാ, ശരിയല്ലേ? അതുവരെ ഇക്ക ആ പാത്രം ഒന്ന് എടുത്തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കാമായി കെയറൊക്കെ ചെയ്ത് കൊണ്ടുപോയി കൊടുത്തിരുന്ന കുട്ടികൾ അന്നത്തെ ദിവസം ആകുമ്പോൾ നാഗവല്യ ഉണ്ടാവും. എത്ര നാഗവല്ലിമാരുണ്ട് ഇതിൽ? ഉണ്ടോ? ഇതേ അവിടെ കണ്ടിട്ട് തോന്നുന്നു എനിക്ക്. ഇങ്ങനെ തലയൊക്കെ താത്തിരിക്കുകയാണ്. എന്നെ നോക്കല്ലേ സാറേ, കറക്റ്റ് അല്ലേ? അതായത് മെൻസസിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസങ്ങളിൽ, മെൻസസ് ആവുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസങ്ങളിൽ ഹോർമോണൽ ചേഞ്ചുകൾ സംഭവിക്കും നമ്മുടെ ശരീരത്തിൽ. ഹോർമോണൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ പോലുള്ള ഹോർമോണുകൾ ഡൗൺ ആകപ്പെടുകയും അതുപോലെ തന്നെ നമുക്ക് സന്തോഷം നൽകുന്ന, നമുക്ക് വേണ്ടൊരു ഹോർമോണായിട്ടുള്ള സെറോട്ടോണിൻ, ഇതൊക്കെ ഡൗൺ ആയി കഴിയുമ്പോൾ നമ്മളെ ശരീരത്തിൽ ഇമോഷണലി എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയുക. ഉണ്ടോ? കരച്ചിലുള്ള ആൾക്കാരുണ്ടോ? എന്തിനാ കരയുന്നത് അതുകൂടി പറയണം. മെൻസസ് ആയിട്ടാണോ വേറെ എന്തെങ്കിലും റീസൺ ആണോ? അല്ലേ? ഇമോഷണലായിട്ട് നമ്മൾ കരയുക, അതല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുക, ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതുവരെ ഇല്ലാത്ത രീതിയിലുള്ള റിയാക്ഷൻ ആയിക്കാരം, അതുവരെ ഇല്ലാത്ത രീതിയിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആരും പറ്റില്ല, ഭയങ്കര ഇറിറ്റബിലിറ്റി ആയിക്കാരം, ആരും എടുത്തു വരാൻ പറ്റില്ല, ആരുമായിട്ട് സംസാരിക്കണ ഇഷ്ടമല്ല, അങ്ങനെ കാണാം. മെൻ്റലി മാനസികപരമായിട്ടുള്ള പല ലക്ഷണങ്ങൾ. മൂഡ് സ്വിങ്സ്, നമ്മൾ സിമ്പിളായിട്ട് അതിന് എന്തിട്ട് വിളിക്കും? മൂഡ് സ്വിങ്സ്. മൂഡ് സ്വിങ്സ് പറഞ്ഞാൽ എന്താ? മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ അതെ, നമ്മളെ മൂഡ് ശരിയല്ല, എന്താ ചെയ്യാന്ന് നമുക്ക് തന്നെ അറിയില്ല, ശരിയല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ നമ്മളിൽ വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. കണ്ടോ? ഞാൻ നാഗവല്ലിനെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരിലും ഇല്ല കേട്ടോ, എല്ലാവരും അങ്ങനെ ആവുമൊന്നുമില്ല. നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ആളുകളും ഉണ്ട് ആ സമയത്തും. ഇവള് റൊമാൻറ്റിക് ആണോ? അത് ഈ സമയത്താണോ അതോ ജനറൽ ആയിട്ടുള്ള റൊമാൻറ്റിക് ആണോ? ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കി മൂഡ് സ്വിങ്സ് കാണാം. ബ്രസ്റ്റിൽ വരുന്ന ടെൻഡർനെസ് കാണാറുണ്ട് ചില ആളുകളിൽ. അതുപോലെ തന്നെ ഫുഡ് ക്രേവിങ്സ്. ഡയറി മിൽക്കാ വാലന്റൈൻസ് ഡേ കഴിഞ്ഞോണ്ടാ? അങ്ങനെയല്ല, ചില പ്രഗ്നൻസിൻ്റെ സമയത്ത് നമ്മൾ കാണാറുണ്ട്, ശരിയല്ലേ? പ്രസവത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഇത്തമാരൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരും ഇല്ലല്ലോ, കുട്ടികളും ആരും ഇല്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ നിങ്ങളൊക്കെ. അപ്പോൾ ഈ പ്രഗ്നൻസിൻ്റെ ഒക്കെ സമയത്ത് ചില ഫുഡിനോടൊക്കെ എനിക്ക് മസാല ദോശ വേണം വെക്കോ, ശരിയല്ലേ? മാങ്ങ വേണം വെക്കുക, കറക്റ്റ് അല്ലേ? വരും പിക്ക എന്ന് പറയും നമ്മളതിന്, പിക്ക ഓഫ് പ്രഗ്നൻസി, കറക്റ്റ് അല്ലേ? അതുപോലെ ഇതിലും കാണാം. ചിരിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, നിങ്ങളൊക്കെ പറയാൻ പോകുന്ന കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. കുറച്ച് ഒരു 5-6 കൊല്ലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ഓർക്കും. മെയിൻ ഐറ്റം മസാല ദോശയൊക്കെ കേട്ടോ. മസാല ദോശ, മാങ്ങ, പിന്നെ വേറെ ഏതെങ്കിലും സർബത്തോ, ഷവർമ. അമ്പോ വലിയ പുള്ളിയാണ്, ഷവർമയൊക്കെ വേണമെന്ന് പറയണത്. ബിരിയാണി അല്ല, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഈ മെൻസസിൻ്റെ മുന്നേയും അതുപോലെ എന്ത് വരാം? ചില ആളുകളിൽ അമിതമായിട്ട് ഫുഡ് ക്രേവിങ്സ് വരാം. അത് കുഴപ്പമൊന്നുമില്ല, നമ്മളങ്ങ് ഭർത്താക്കന്മാർ തരാൻ റെഡിയാണ് കേട്ടോ, ഫുഡൊക്കെ ചോദിക്കാം. പിന്നെ ഫറ്റിക്, ഭയങ്കര ക്ഷീണം ഫിസിക്കലി വരുന്നതാണ്. ഒന്നിനൊരു ഉന്മേഷമല്ല. അതുവരെ ഓടിച്ചാടി നടന്നിരുന്ന, ഫുള്ള് വൈബായിട്ട് നടന്നിരുന്ന ആൾക്കാർ അന്ന് മുതൽ കോളേജിലും പോകണ്ട, ടീച്ചറേയും കാണണ്ട, ടീച്ചറൊക്കെ സബ്ജക്റ്റ് എടുക്കാൻ വരുമ്പോൾ ടീച്ചർ വന്നു, അതുവരെ ടീച്ചറെ ഭയങ്കര ഫാനായിട്ടുള്ള ആളുകളേക്കാണ്. ഇറിറ്റബിലിറ്റി പീക്ക്, മനസ്സിലാകണ്ടോ? ഇല്ലേ? ഇതിൽ ഇല്ലാത്ത ആളുകളുണ്ടോ? 4 പേരിൽ, അതായത് 1, 2, 3, 4, ഈ 4 പേര് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരാൾക്കേ ഇല്ലാത്തുള്ളൂ. ആർക്കാ വേണ്ടത്? അത് ഇതിലാർക്കാ ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ടോ? 4 സ്ത്രീകളിൽ 3 പേർക്ക്, അതായത് 75% സ്ത്രീകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള PMS നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഈ 4 പേരിൽ 3 പേരിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. 80% ആളുകൾക്കും വലിയ പ്രശ്നമില്ല. ലൈറ്റ് നാഗവല്ലികാരം, ലൈറ്റായിട്ടില്ലേ, വലിയ പ്രശ്നക്കാരല്ലാത്ത ആളുകളുണ്ടല്ലോ, അങ്ങനെ വരാം. പക്ഷെ ബാക്കി വരുന്ന 20%
KGF യാഷ് പറയുന്ന കാര്യകാരം വയലൻസ് വയലൻസ്, ഐ ലൈക്ക് വയലൻസ്. കറക്റ്റ് അല്ലേ? പീക്ക് വയലൻസ് ആയിക്കാരം, ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ ആളുകളാണ് നിങ്ങളെങ്കിൽ ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ? പോയി ഡോക്ടറെ കാണിക്കണോ? മനസ്സിലാവുണ്ടോ? അതല്ലാതെ ഇതൊരു അഡ്വാൻറ്റേജ് ആക്കിയിരിക്കരുത്. അതുവരെ എല്ലാ ഭർത്താവിനോടുള്ള ദേഷ്യവും കാമുകനോടുള്ള ദേഷ്യമൊക്കെ ഇതിൻ്റെ പേരും പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല? ടോർച്ചർ ചെയ്യാൻ പാടില്ല. 20% ഹെവി ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോയിട്ട് എന്തായാലും അതിന് ചികിത്സ എടുക്കണം നമ്മൾ. ബാക്കിയുള്ള സമയം ഓക്കെ അല്ല. 80% വരികയാണെന്നുണ്ടെങ്കിൽ ലൈറ്റർ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ക്ലിയർ ആയോ? ഇനി ഇങ്ങനെ നിങ്ങൾക്ക് വന്നു, നോർമലായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? വാട്ട് ടു ഡു? ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തോ പറഞ്ഞു മോള്? പറഞ്ഞോടാ, മൈക്ക് എത്തില്ല. അതാ ഉറങ്ങേ, കിടന്നുറങ്ങുക. ഓക്കെ, നല്ല കാര്യം. ഫുൾ ടൈം ഉറങ്ങാൻ പോയി അവള്. ഫുൾ ടൈം ഉറക്കം. വേറെ എന്തെങ്കിലും? വേറെ എന്താ ചെയ്യുക? എന്താ മാഡം ചെയ്യേണ്ടത്? ഞാനൊന്നും ചെയ്യില്ല. അങ്ങനെയാണോ? എന്നെ ഉപദ്രവിക്കരുത്. പറയണം എന്തെങ്കിലുമൊക്കെ. എന്താ ചെയ്യുക? ഫുഡ് കഴിക്കുക. ഫോണിൽ നോക്കിയിരിക്കുക, റീല് കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ പുതിയ വല്ല മരുന്നുണ്ടോ? ഇവിടെ ഈ സൈഡിൽ വല്ല മരുന്നുണ്ടോ? ആ മാഡം പറഞ്ഞോ. ഇത്ര ഉഷാറില്ലേ ഈ നിങ്ങളെ പോളി കോളേജിലെ കുട്ടികൾ? പറയട്ടെ, എന്താ ചെയ്യണ്ടേ? ഉറങ്ങുക. ഉറക്കത്തിനാ കൂടുതൽ ആളുകൾ. ഉറങ്ങിയാൽ മാത്രം പോരാ. നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആ സമയത്ത്? നല്ല ഷവർമ, പിന്നെ ഡയറി മിൽക്ക്, സിൽക്ക്, ചോക്ലേറ്റ്, പിന്നെ നല്ല പൊരിച്ച ബ്രോസ്റ്റ്. ഇഷ്ടമല്ല? ഇഷ്ടമല്ല. പിന്നെന്താ കഴിക്കേണ്ട ആ സമയത്ത്? എന്താ കഴിക്കേണ്ടത്? നിനക്കെന്താ കഴിക്കണ്ടേ? പറഞ്ഞോടാ, എന്താ കഴിക്കണ്ടേ? ഞാൻ പറഞ്ഞു, അൽഫാം കഴിക്കാം, ബ്രോസ്റ്റ് കഴിക്കാം, പിന്നെ ഫ്രൈഡ് റൈസ് കഴിക്കാം, പൊരിച്ചെടുത്ത എണ്ണക്കടികൾ കഴിക്കാം, പിന്നെ ബിരിയാണി കഴിക്കാം, പിന്നെ ഇത്രയൊക്കെ മതിയോ? എന്നാൽ ഇതൊന്നും കഴിക്കരുത്. ഇതൊന്നും കഴിക്കാൻ പാടില്ല. ഓവർ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്. ലേസ് ഇഷ്ടമാണോ? നീ ലേസ് കഴിച്ചോ? പക്ഷെ അതും കഴിക്കാൻ പാടില്ല. മധുരം കൂടുതലില്ലേ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. ഓവർ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കാൻ പാടില്ല. ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല. പിന്നെ ആൽക്കഹോൾ, മദ്യപാനം പാടില്ല. ഇപ്പോൾ നമ്മൾ അങ്ങനെ ജനറലായിട്ട് ആണുങ്ങൾ മാത്രമേ മദ്യപിക്കൂ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ പുതിയ തലമുറ എത്തിയതുകൂടി എല്ലാവരും ഇങ്ങനത്തെ കാണിക്കുന്നുണ്ട്. ബിയറും മറ്റതൊക്കെ ലേഡീസ് ഹോസ്റ്റലിലൊക്കെ വെച്ചിട്ട് ഇല്ല കാര്യം തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള മദ്യപാനമോ പുകവലിയോ ഇതൊന്നും പണ്ടത്തെ പോലെ ഒരു ജനറേഷനിൽ മാത്രം അല്ലെങ്കിൽ ആണുങ്ങൾ മാത്രമാണ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഇതൊക്കെ ഇങ്ങനത്തെ ഈ രീതിയിൽ എല്ലാ ഫുഡ് അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ഹോർമോൺ കുറവാണ് എന്നുള്ളത്. അതേതായത് സെറോട്ടോണിൻ അല്ലെങ്കിൽ എൻഡോർഫിൻസ് പോലുള്ള സന്തോഷം നൽകുന്ന ഹോർമോൺസിൻ്റെ കുറവുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉറങ്ങിയാൽ മതിയോ മോളെ? ഉറങ്ങിക്കഴിഞ്ഞാൽ അത് കൂടുമോ? ഇല്ല, കൂടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. ഇതിൽ എക്സസൈസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾ എത്ര പേരുണ്ട്? നീ ചെയ്യാറുണ്ട്? എന്താ ചെയ്യാറ്? സൂംബ, യോഗ. പിന്നെ ഡാൻസ് ചെയ്യുന്ന ആളുകളുണ്ടോ? അതല്ല, വെറുതെ പ്രോഗ്രാമിന് ഡാൻസ് ചെയ്യുന്നതല്ല. മാഡം എന്താ ചെയ്യാറ്? യോഗ ചെയ്യാറുണ്ട്. ഗുഡ്. പിന്നെ എന്താ മാഡത്തിന് യോഗ ചെയ്താ യോഗ എന്തെങ്കിലും ചെയ്യുമോ? ടീച്ചറോ? അത് വലിയൊരു യോഗയാണ് അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും ചെയ്യുന്നവരുണ്ടോ? ഇല്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അത് മാത്രമല്ല തിന്നാ ഉറങ്ങുക ആ പരിപാടിയല്ല. അതല്ല മെയിനായിട്ടുള്ള ഈസി ജോബ്. അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്ത് ചെയ്യും? വല്ല സൂംബയോ എയറോബിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടിയോ യോഗയോ മറ്റ് മെഡിറ്റേഷനോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു എക്സസൈസ് കൂടി ഇതിൻ്റെ കൂടെ ഈ പ്രായത്തിൽ തന്നെ. നേരത്തെ സാറ് പറഞ്ഞില്ലേ, ഒരു കൊളസ്ട്രോൾ തുടങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യല്ല, അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി മുതൽ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ ദിവസവും റുട്ടീനായിട്ട് ചെയ്യാനില്ലേ? നിങ്ങൾ ഇഷ്ടം പോലെ അസുഖങ്ങൾ ഇനി പറയാനുണ്ടാവും ഗൈനക്കോളജിയിൽ. ഇതിൻ്റെയൊക്കെ ഒരു ബേസ് റീസൺ എന്ന് പറയുന്നത് എന്താണ്? എന്താ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ കാരണം? എക്സസൈസ് ഇല്ലാത്തതാ. നല്ല ജങ്ക് ഫുഡ് അടിച്ച് കയറ്റുക, ചോക്ലേറ്റ്സ് അടിച്ച് കയറ്റുക, ഡാർക്ക് ചോക്ലേറ്റ്, ഇഷ്ടപ്പെട്ട എല്ലാ ചോക്ലേറ്റും, ടൊബ്ലറാനോ, പിന്നെ ഇഷ്ടംപോലെ സാധനങ്ങളില്ലേ, ഇതൊക്കെ കയറ്റി ഒരു എക്സസൈസും ചെയ്യാതെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരാം. ക്ലിയർ ആയോ? അപ്പോൾ ഇനി മുതൽ ആ മാറ്റം ഈ പോളിയത്തെ കുട്ടികൾക്കൊക്കെ വരണം. ഓക്കെ. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഈ സമയത്ത് ഒരു 7 to 8 ഗ്ലാസ് ഓഫ് വെള്ളം കുടിക്കുക. നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ആഡ് ഓൺ ചെയ്യാം. ക്ലിയർ ആയോ? ഈ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഫൈബർ നല്ലോണം ഉണ്ട്. ഫൈബർ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ മെൻസസിൻ്റെ പ്രീ മെൻസ്ട്രൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതുകൂടി നിങ്ങളെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കി വാട്ട് ടു ഡു അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എക്സസൈസ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഫാമിലി ഹിസ്റ്ററി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മമാർക്കോ അതല്ലെങ്കിൽ പെങ്ങൾക്കോ ഏട്ടത്തിക്കോ ആർക്കെങ്കിലൊക്കെ ഈ പറഞ്ഞ രീതിയിൽ PMSൻ്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അമിതവണ്ണമുള്ള ആളുകൾ, നല്ല അമിതവണ്ണമുള്ള ആളുകൾ, അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തീരെ എക്സസൈസ് ചെയ്യാത്ത ആളുകളിലൊക്കെ നമ്മൾ ഈ പ്രശ്നം. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. പിന്നെ നോക്കി, ഞാൻ പറഞ്ഞില്ലേ 3 of every 4 menstruating women ഈ പ്രശ്നം ഉണ്ട് എന്നില്ല നമ്മൾ പറഞ്ഞു. ഇത് ഈ രീതിയിലാവും നിങ്ങളൊക്കെ ഇതിൻ്റെ സമയത്തില്ലേ, ഇത്ര ഒന്നും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈറ്റർ വേർഷൻ ആയിട്ടുള്ള കുറേ ആളുകൾ ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ എല്ലാവരും ഇതിന് പകരം എന്ത് ചെയ്യണം, നല്ല എനർജറ്റിക് ആയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. യെസ്. അപ്പോൾ PMSനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ക്ലിയർ അല്ലേ? ഒക്കെ ഉഷാറായി. അപ്പോൾ ഇനി മാറുമല്ലോ അല്ലേ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ഉഷാറാണോ? പവർ ഇല്ലല്ലോ. ഓക്കെ. പിന്നെ രണ്ടാമതായിട്ടുള്ളത് മെൻസസിൻ്റെ സമയത്തിലെ വേദന. വേദന ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മെൻസസ് വളരെ സ്മൂത്തായിട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഗുഡ്. അവിടെയുണ്ട്. ഗുഡ്. ഇവിടെയുണ്ട്. ഗുഡ്. പിന്നെ എല്ലാവർക്കും ഉണ്ട്. ഏകദേശം നമ്മൾ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50% സ്ത്രീകൾ, 50% എന്ന് പറഞ്ഞാൽ 2-ൽ 1 എന്തുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള മെൻസസിൻ്റെ സമയത്തുള്ള വേദന ഉണ്ട്. വളരെ സിവിയർ ആയിട്ടുള്ള വേദന ആവും, ഒന്നും ചെയ്യാൻ പറ്റില്ല, ചിലപ്പം ലീവ് എടുക്കേണ്ടി വരും. ശരിയല്ലേ? വേദന കാരണം കോളേജിൽ എന്താ പറയുക അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. അല്ലെങ്കിൽ അവർ അന്നത്തെ 2-3 ദിവസം ഈ തീ തിന്നാന്ന് നമ്മൾ പറയും, അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് എന്തുകൊണ്ടാണ്, ഇനി ഇത് വല്ല അസുഖങ്ങൾ കൊണ്ടാണോ വരുന്നത്, അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രശ്നം മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മെയിനായിട്ട് നമുക്ക് 2 ടൈപ്പ് മെൻസ്ട്രൽ പെയിൻ ആണുള്ളത്. 2 ടൈപ്പ്. പ്രൈമറി എന്ന് പറയും. പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമറി എന്ന് പറഞ്ഞാൽ പറയടാ. പ്രൈമറി എന്ന് പറഞ്ഞാൽ ഇവിടെ സിമ്പിളാണ് ഞാൻ ചോദിക്കുന്നത്. പോളിടെക്നിക് മെഷീൻ്റെ സാധനമൊന്നുമല്ല. മറ്റേ മാമുക്കോയെ പറയുന്ന ഒരു മെഷീനെ കുറിച്ച് അറിയുന്ന ആളുകൾ, അതല്ല. പ്രൈമറി ആദ്യത്തേത്. അപ്പോൾ രണ്ടാമത്തെ എന്തേ കാരം? സെക്കൻഡറി. വാ സൂപ്പർ. അപ്പോൾ പ്രൈമറി, സെക്കൻഡറി. പ്രൈമറി എന്ന് പറഞ്ഞാൽ ആദ്യത്തേത്, സെക്കൻഡറി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ. അങ്ങനെയല്ല. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നാൽ മതി. ഇങ്ങനെ നിന്നാൽ എല്ലായി. ഇതെന്തൊക്കെ? ഇവിടെ അണ്ടം. ദിസ് ഈസ് അണ്ടം. ദിസ് ഈസ് ഫീമെയിൽസ് യൂട്രസും എല്ലാം റെപ്രസെൻ്റ് ചെയ്യാം. ഞങ്ങൾ അനാട്ടമി പഠിക്കുമ്പോൾ ഞങ്ങളെ പ്രിൻസിപ്പൽ സാറ് വരും. പ്രിൻസിപ്പൽ സാർ അനാട്ടമിൻ്റെ ടീച്ചറായിരുന്നു. സാറ് വന്നിട്ട് ക്ലാസ്സിൽ ഈ ഒരൊറ്റ നിപ്പേക്കാരം. സീരിയസ്ലി. ദിസ് ഈസ് ഇൻഫൻറ്റിബുലം, അണ്ടം വരുന്ന ഭാഗം. ദിസ് ഈസ് ഫെലോപ്പിയൻ ട്യൂബ്, ഇത് യൂട്രസിൻ്റെ ബോഡി. ഈ ഭാഗത്തേക്ക് വജൈന. കറക്റ്റല്ലേ? ഇത്രയല്ലേ ഉള്ളൂ സംഗതി. ഇതിൽ ഒരു പ്രശ്നമില്ല. എല്ലാം ഓക്കെ. പിന്നെന്താ? എല്ലാം ഓക്കെ അല്ലേ? പിന്നെന്താ? ഒന്നുമില്ല. എല്ലാം ഓക്കെ. പിന്നെ എങ്ങനെ വേദന വരും? 90% സ്ത്രീകളിലും 90% നമ്മൾ പറഞ്ഞു 50% പേരിലാണ് ഇത് വരിക എന്ന് പറഞ്ഞു. അതിൽ തന്നെ 90% സ്ത്രീകളിലും ഈ പറഞ്ഞിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള മെൻസ്ട്രൽ പെയിൻ ആണുള്ളത്. പ്രൈമറി ഡിസ്മെനോറിയ നമ്മൾ പറയും. ബാക്കി വരുന്ന 10% ആളുകളിലെ എന്തുള്ളൂ? സെക്കൻഡറി എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും കാരണങ്ങളുണ്ട്. പ്രൈമറിയിൽ നമ്മൾ പറഞ്ഞു ഒരു റീസണുമില്ല, ഒരു കാരണവുമില്ല, വെറുതെ വരുന്ന രോഗം. പക്ഷെ സെക്കൻഡറി ആവുമ്പോൾ അവിടെ നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തോ ചിലപ്പോൾ നിങ്ങളുടെ ഗർഭപാത്രത്തിനാവാം, അതല്ലെങ്കിൽ അണ്ടത്തിനാവാം,
ഇവിടെ എവിടെ എന്തോ ഒരു തകരാറുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ ആണോ? അപ്പോൾ ഇനി എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം ഈ പ്രൈമറി സെക്കൻഡറി നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? വളരെ ഈസിയാണ്. നിങ്ങൾക്ക് മെൻസസ് ആയ ആ ഒരു സമയം, മെനാർക്കെ നമ്മൾ പറയും, ഫസ്റ്റ് മെൻസസ്, അന്ന് മുതൽ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എങ്കിൽ അത് പ്രൈമറിയാണ്. ഓക്കെ. പിന്നെ പീരീഡ്സിൻ്റെ ആദ്യത്തെ 2 ദിവസങ്ങളിൽ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേ, അങ്ങനെ പെയിനുള്ളവരില്ലേ, തുടങ്ങുന്ന സമയത്ത് മാത്രം പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. മെൻസസ് ആയോ ആദ്യത്തെ 2 ദിവസം ഭയങ്കര ബുദ്ധിമുട്ട്. ഇതും എന്തിൻ്റെ സാധ്യതയാണ്? ഈ പറഞ്ഞിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഡിസ്മെനോറിയയുടെ സാധ്യതയാണ്. കിട്ടിയോ? 2. സെക്കൻഡറി എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചെറുപ്പം മുതൽ തുടങ്ങില്ല. ചിലപ്പോൾ നിങ്ങളൊരു 20-ാമത്തെ വയസ്സിലോ അതല്ലെങ്കിൽ ഒരു 25-ാമത്തെ വയസ്സിലേക്കാരം എന്ത് ചെയ്യുക, ഇത് സ്റ്റാർട്ട് ചെയ്യുക. അതുവരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കണം. എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. പെട്ടെന്ന് തുടങ്ങിയതാണെന്നുണ്ടെങ്കിൽ 18 നിങ്ങൾക്ക് തുടങ്ങിയ സമയത്ത് 14 ഒന്നും ഒരു പ്രശ്നമില്ല, 20 ആയതോടുകൂടി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഏജിലൊക്കെ എത്തിയപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണം. അതിൻ്റെ അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക? പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് ഫ്ലോ വരില്ല, അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഓക്സിജൻ എത്തില്ല. അത് കാരണമാണ് നിങ്ങൾക്ക് അവിടെ വേദന വരുന്നത്. ഇതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പക്ഷെ സെക്കൻഡറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു റീസൺ, അത് ചിലപ്പം എൻഡോമെട്രിയോസിസ് ആവാം, അതല്ലെങ്കിൽ PCOD ആവാം, എന്തെങ്കിലും ഒരു റീസൺ നിങ്ങളുടെ ആ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു പാർട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഇതിലുള്ളവരുണ്ട് എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് സ്പെസിഫൈ ചെയ്ത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അതാണ് നമുക്ക് അടുത്തതായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയോ? ഇനി ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഇങ്ങനൊരു പാർട്ട്ണറെ കിട്ടാൻ നിങ്ങൾ ബ്ലസ് ആയിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കെയർ തരുന്ന ഒരു പാർട്ട്ണറെ നിങ്ങൾ കൊതിക്കുന്നില്ലേ? ഉണ്ടോ? അതോ വേണ്ടേ? ഇപ്പോഴത്തെ പുതിയ ജനറേഷനാണോ കല്യാണമേ വേണ്ട, ലിവിങ് ടുഗെദറാ? നീ എന്തിനാ ചിരിക്കുന്നത്? എന്താ കല്യാണം വേണ്ട? കല്യാണം വേണ്ടാത്തവർ എത്ര പേരുണ്ട്? കല്യാണം വേണ്ടാത്തവർ എത്ര പേരുണ്ട് ഇതിൽ? കൈ പൊക്കട്ടെ, ധൈര്യമായിട്ട് പൊക്കട്ടെ. 2 പേരാ കല്യാണം വേണ്ടാത്തവർ. മേഡം നോക്കിക്കോ, ഒരു 5 വർഷം കഴിഞ്ഞാൽ ഒരു ട്രോഫി ഈ കയ്യിലും ഒരു ട്രോഫി ഈ കയ്യിലായിട്ട് വരും. നമ്മളായിക്കോ ആദ്യം. ഞങ്ങൾ പഠിക്കുമ്പോഴും ഇങ്ങനെ ഉണ്ടായിരുന്നു, കല്യാണം വേണ്ടെന്നൊക്കെ പറയും, ആദ്യം കെട്ടിപ്പോവരെ. ഇപ്പൊ കാലം ജനറേഷൻ മാറി, ജെൻസി. നിങ്ങളൊന്നും ജെൻസി ഒന്നും അല്ല കേട്ടോ. ഓക്കെ. അപ്പോൾ എന്താ ചെയ്യണ്ടേ? ഹസ്ബൻഡിൻ്റെ സമയത്ത്, എല്ലാ ഹസ്ബൻഡിനൊന്നും കിട്ടില്ല, പക്ഷേ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഈ മെൻസസിൻ്റെ സമയത്ത് കെയർ നൽകുന്ന ഹസ്ബൻഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേറെ വലിയൊരു പുണ്യം നിങ്ങൾക്ക് കിട്ടാനില്ല. അതല്ലാതെ ഈ റീൽസ് കാണുന്ന പോലെ അങ്ങനെ കുറേ സർപ്രൈസ് മാത്രമൊന്നുമല്ല. ഈ സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഹസ്ബൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തുതരാം? ഹോട്ട് ബാഗ്, ശരിയല്ലേ? ഹോട്ട് ബാഗ് ദേ ഈ ഭാഗത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അമിലറേഷൻ കിട്ടും, കുറവ് കിട്ടും. അതുപോലെ തന്നെ ഓയിൽ മസാജ് ചെയ്യാം. കോക്കനട്ട് ഓയിലൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒലിവൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മസാജ് ചെയ്ത് കൊടുക്കാം. സമയത്ത് റിലീഫ് കിട്ടും. അതല്ലാതെ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സെക്സിനോ അതല്ലെങ്കിൽ മറ്റു കാര്യത്തിനോ വേണ്ടിയിട്ട് മാത്രമല്ല, പരസ്പരം അറിഞ്ഞുള്ള കെയറിങ് കൂടി വേണ്ട ഒരു സംഗതിയാണ്. അപ്പം ഇതാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അതല്ലാതെ ഇതിലൂടെ ഒരാൾ ഫ്രീക്കായിട്ട് പോകുമ്പോൾ ആ ഒരു ഇൻഫാച്വേഷൻ്റെ പുറത്ത് തുടങ്ങേണ്ട ഒരു പ്രേമമാവരുത് നിങ്ങളുടെ ജീവിതം എന്ന് പറയണം. ഞാൻ പ്രേമത്തിനെതിരൊന്നും അല്ല കേട്ടോ. ഓക്കെ. പക്ഷെ അങ്ങനെ ആവരുത്. കൃത്യമായിട്ടുള്ള കെയറിങ് നിങ്ങൾക്ക് വേണം, ആ സമയത്ത് കിട്ടണം. അപ്പോൾ അതുപോലെ തന്നെ ഹോട്ട് ബാഗ്, ഓയിൽ മസാജ്, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 വെറൈറ്റി ചായ. ചായ ഇഷ്ടമാണോ? ചായ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അവർക്ക് ഇഷ്ടമല്ല, അവർക്കൊന്നും ഇഷ്ടമല്ല. ആർക്ക്? ഫെമിനിസ്റ്റ്. പിന്നെ ചായ ഇഷ്ടമല്ലാത്തവർ? എനിക്കിഷ്ടമല്ല. കോഫി ഇഷ്ടമല്ലവർ? ഇഷ്ടം. കോഫി ഇഷ്ടമല്ല. പിന്നെ എന്താ നോക്കി ഇഷ്ടം? പാല്, ബ്ലാക്ക് ടീ കുടിച്ചാൽ കറുത്തു പോകും. ഇല്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല, വെറുതെ പറഞ്ഞതാണ്.
ഓക്കെ, ഈ സമയത്ത് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള 2 സൂപ്പർ സാധനം ഏതാണെന്ന് അറിയാം? ഏതാ? ഇത് അവിടെ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, ജിഞ്ചർ ടീ. ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുത്തി അതിൻ്റെ നീരിങ്ങനെ എടുത്ത് ഒരു ചായ ഉണ്ടല്ലോ, സൂപ്പർ അല്ലേ? അല്ല, ശേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിഞ്ചർ ടീ. അതുപോലെ തന്നെ കറുവാപ്പട്ട ഇട്ടിട്ടുള്ള ടീയൊക്കെ കുറച്ച് അമലറേഷൻ തരും, പൂർണ്ണമായിട്ടല്ല, എന്നാലും സംതിങ് ബെറ്റർ. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ആ സമയത്ത്, മെൻസ്ട്രൽ പെയിൻ്റെ സമയത്ത്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡയറ്റ് ആൻഡ് റെജിമെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് എക്സസൈസിൽ ഭക്ഷണത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എന്തൊക്കെ കഴിക്കണം എന്നാ പറഞ്ഞേ? ഞാനത് പറഞ്ഞില്ല. എന്തൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞ്? ഷവർമ, ഷവായ്, പിന്നെ അൽഫാം, ബ്രോസ്റ്റ്, ഇങ്ങനത്തെ ഒക്കെ കഴിക്കണം കേട്ടോ. ഇങ്ങനത്തെ തന്നെ കഴിക്കണം നിങ്ങളൊക്കെ. ഓക്കെ, അവിടെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കേണ്ടത്. നല്ല വെള്ളം കുടിക്കുക, നല്ല റെസ്റ്റ് എടുക്കുക, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക, ചെറിയ രീതിയിലുള്ള യോഗ, അങ്ങനത്തെ ഓവർ ബേർഡൻ ഇല്ലാത്ത കാര്യങ്ങളൂടെയും ചെയ്ത് മൈൻഡിനെ റിലാക്സ് ആക്കി മാറ്റുക. എങ്ങനെ ആക്കണം? റിലാക്സ് ആക്കി മാറ്റും. അങ്ങനല്ലേ? റിലാക്സ് എന്ന് പറയുമ്പോൾ റിലാക്സ് നമ്മൾ പറയുന്ന വാക്കിനെ നമുക്ക് എങ്ങനെ ഇമോഷണലി കൺവേർട്ട് ചെയ്യാൻ പറ്റും? അങ്ങനെ പറയണം. റിലാക്സ് എന്ന് പറയുമ്പോൾ, റിലാക്സ് എന്ന് പറഞ്ഞാൽ റിലാക്സിന് തന്നെ ഒരു മടി തോന്നും അല്ലേ? അങ്ങനെ ഒന്നുകൂടി സ്മൂത്തായിട്ട് പറഞ്ഞു നോക്കിയേ, റിലാക്സ്. യോഗയിൽ അങ്ങനെയല്ല മേഡം, യോഗയിൽ അങ്ങനെയല്ലേ അല്ലേ? ഇൻഹേൽ, കറക്റ്റ് അല്ലേ? അതാ ഞാൻ പറയുന്ന വേർഡ്സിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ എന്തിൽ ചെയ്യേണ്ടത്? മെൻസ്ട്രൽ പെയിനിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെ 2 ടൈപ്പ് മെൻസ്ട്രൽ പെയിൻ? ഏതൊക്കെ? പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറിയിൽ ഒരു പ്രശ്നമില്ല, സെക്കൻഡറിയിൽ എന്തോ തകരാറുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പോൾ അതിന് പോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ക്ലിയർ ആയോ? ഇപ്പോൾ 2 ടോപ്പിക്ക് കഴിഞ്ഞു കേട്ടോ. എൻ്റെ വെറുപ്പിക്കലിൻ്റെ 2 അറ്റം കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റത്തത് പ്രൈമറി, അതല്ലടോ, 2 ടോപ്പിക്ക് ഏതാ? PMS-ഉം അതുപോലെ തന്നെ ഉറങ്ങിയോ? ദൈതാത്തൊക്കെ പോയി പല്ലേക്കടി. ഏതൊക്കെയാണ്? വെറുതെ പറഞ്ഞാ കേട്ടോ. ഏതൊക്കെയാണ്? PMS-ഉം കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഏതാ കഴിഞ്ഞപ്പോൾ ഏതെടുത്ത്? മെൻസ്ട്രൽ പെയിൻ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി മെൻസ്ട്രൽ പെയിനിൽ? ഇല്ലല്ലോ? ഓക്കെ ആണോ? ഇതൊക്കെ വേണ്ട സാധനങ്ങളാട്ടോ. നിങ്ങൾ ജീവിതകാലം മൊത്തം ഇപ്പോഴൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമ്മൾ അടുത്തൊരു സംഗതിയിലേക്ക് പോവാണ്. അബ്നോർമൽ മെൻസ്ട്രുവേഷൻ, ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവം. ഇതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവം. നമ്മൾ പറഞ്ഞു നോർമലായിട്ട് ഒരു 21 ദിവസം മുതൽ 35 ദിവസത്തിൻ്റെ ആ ഗ്യാപ്പിൽ കൃത്യമായിട്ടൊരു മെൻസസ് വരണം. 3 മുതൽ 7 ദിവസം വരെ വരുന്നൊരു ഫ്ലോ ആണ്. ഇതൊക്കെയല്ല നമുക്ക് നോർമലായിട്ടുള്ള സംഗതി. ഇനി ഇതല്ലാതെ വരുന്ന ആളുകൾ, ചിലപ്പം ഭയങ്കര ഹെവി ബ്ലീഡിങ്, നിൽക്കാൻ പറ്റുന്നില്ല, ഒരു ദിവസം തന്നെ 6-7 8 പാഡൊക്കെ മാറ്റേണ്ടി വരുന്ന സാഹചര്യം. അതല്ലാന്നുണ്ടെങ്കിൽ മെൻസസ് തീരെയില്ല, 1-2 ഡോട്ടുകളൊക്കെ വരുന്ന സ്പോട്ടഡ് ആയിട്ടുള്ള മെൻസ്ട്രുവേഷന്. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഇന്നത്തെ ആളുകളിൽ കാണുന്നുണ്ട്. എസ്പെഷ്യലി കുട്ടികൾ തന്നെ നമ്മളടുത്ത് കാണിക്കാൻ വരുന്ന പല രോഗികളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ രീതിയിലുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ധാരണ നമുക്ക് കൃത്യമായിട്ട് വേണം. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ആദ്യം ഇതിൻ്റെ നോർമലായിട്ടുള്ള കോഴ്സുകൾ നോക്കാം നമുക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹെവി ബ്ലീഡിങ്, അതല്ലെങ്കിൽ സ്പോട്ടഡ് ആയിട്ടുള്ള മെൻസ്ട്രുവേഷൻ? അങ്ങനെ നോർമലായിട്ടും കാണാം, എല്ലാം അബ്നോർമൽ അല്ലല്ലോ, എല്ലാത്തിലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ നോർമലായിട്ട് എങ്ങനെ കാണും? നോർമലായിട്ട് മാഡം പറഞ്ഞു, ആദ്യത്തെ പീരീഡ്സിൻ്റെ സമയത്ത് മെനാർക്കിൻ്റെ ടൈമിൽ കാണാം. പിന്നെ അതുപോലെ ആദ്യത്തെ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ പീരീഡ്സ് ആയൊരു സമയമല്ലേ, ആ സമയത്ത് മെൻസസ് റെഗുലർ ആയിരുന്നോ? എല്ലാവർക്കും റെഗുലർ ആയിരുന്നോ? അല്ല, ചിലപ്പോൾ ഒന്ന് വന്നു പോയിട്ടുണ്ടാവും, ഒന്ന് തല കാണിച്ചു, പിന്നെ 2 മാസത്തിനുണ്ടാവില്ല, പിന്നെ 3-ാമത്തെ മാസത്തേക്കാരം തല പൊക്കിയിട്ടുണ്ടാവുക. ശരിയല്ലേ? പിന്നെ അവസാനത്തെ പീരീഡ്സ് ഈ പറഞ്ഞത് ശരിയാ, മെൻസസിൻ്റെ അവസാന കാലഘട്ടം ആകുമ്പോൾ ഇങ്ങനെ വരാം. പിന്നെ ഏറ്റവും വലിയ, നേരത്തെ മാഡം പറയണ്ടായി, ഐ എം എൻജോയിങ് ദിസ് പ്രൊഫഷൻ ബിക്കോസ് ഓഫ് മൈ മദർഹുഡ്. അങ്ങനല്ല പറഞ്ഞേ, അമ്മ എന്ന് പറയുന്ന ആ വികാരത്തിന് മേഡം ഇവിടെ കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. എൻ്റെ കുട്ടികളെ പോലെ നിങ്ങളെ കാണുന്നത്. ഇപ്പം നമ്മൾ മുലയൂട്ടുന്ന സമയത്ത്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ രീതിയിൽ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ അധികമായതുകൊണ്ട് നമ്മൾ എന്ത് കാണാറുണ്ട്? ഈ ഒരു ചെറിയൊരു വേരിയേഷൻസ് നമ്മൾ കാണാറുണ്ട്. അതൊന്നും പ്രശ്നമല്ല, അതൊന്നും ആലോചിച്ച് നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട,
ടെൻഷൻ അടിക്കുകയേ വേണ്ട. അപ്പോൾ ഇനി പ്രശ്നം എവിടെയുണ്ട്, കറക്റ്റ് അല്ലേ? പ്രശ്നം എവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം, എവിടെയാണ് ആ പ്രശ്നം വരുന്നത് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ബോറടിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോർമലായിട്ടുള്ള കോഴ്സുകൾ ഉണ്ടോ? മെനാർടൈം, പ്രീമെനോപോസ്, പ്രൊലാക്റ്റിൻ. അതിന് അമിതവണ്ണം, ഓവറായിട്ട് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ, അമിതവണ്ണം എപ്പോൾ വേണമെങ്കിലും വരാം. ഓവറാവും ചെയ്യരുത്, കുറയാനും പാടില്ല. പറ്റ മെലിഞ്ഞ് ദീപിക പടുക്കോണൊക്കെ പോലെ, അങ്ങനല്ലേ? ദീപിക പോലെ സ്ലിം ബ്യൂട്ടി. എന്ത് ബ്യൂട്ടി? സ്ലിം ബ്യൂട്ടി. കാണാനേ ഉണ്ടാവും. ബോഡി ഷേപ്പിംഗ് അല്ല കേട്ടോ, ബോഡി ഷേപ്പിംഗ് അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ലല്ല, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഓക്കെ, അല്ല, ഈ സ്ലിം ബ്യൂട്ടി ഒക്കെ ആവുമ്പോഴല്ല പ്രശ്നം എന്താ? ഇതാ അവിടെ പ്രശ്നമാണ്. പ്രോപ്പറായിട്ട് നമുക്ക് വേണ്ട സംഗതികൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. എങ്ങനെ നോർമൽ വെയിറ്റ് കണ്ടെത്തുക? എങ്ങനെ നോർമൽ വെയിറ്റ് കണ്ടെത്തുക? ഹൈറ്റും വെയിറ്റും. അത് എങ്ങനെയാണ്? എത്ര നിന്റെ വെയിറ്റ്? ഒരു മിനിറ്റ്, എത്ര നിന്റെ വെയിറ്റ്? 61. എത്ര ഹൈറ്റ് ഉണ്ട്? 100. കുഴപ്പമില്ല. അതായത് നമ്മളെ ഹൈറ്റിൽ നിന്ന് -100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതാണ് നിങ്ങളുടെ നോർമലായിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 164 ഈ കുട്ടി -100, അപ്പോൾ എത്ര വേണം? 64 കിലോ വരെ എന്ത് ചെയ്യാം? ഈ കുട്ടിക്ക് നോർമലായിട്ടുള്ള വെയിറ്റ് വരാം. 61 ഉള്ളൂ, പ്രശ്നമില്ല. അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. പറ്റ ഡൗൺ ആവും ചെയ്യരുത്, പറ്റ കൂടിപ്പോവാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സംഗതിയിലേക്ക് പോയി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മെൻസസ് ക്രമം തെറ്റുന്നത്? ഇതാരാ? എന്ത് സ്റ്റാറാ? കേട്ടില്ല. കൺവിൻസിങ് സ്റ്റാർ. കൺവിൻസിങ്? നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നുണ്ട്? ഞാൻ കൺവിൻസിങ് സ്റ്റാർ അല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ പറയുന്നതുകൊണ്ട് ആർക്കും വിഷമം തോന്നരുത്. പക്ഷേ നമ്മൾ മെൻസസിൻ്റെ ഇതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ആ ക്രമം തെറ്റിയുള്ള ആർത്തവങ്ങൾ ചിലപ്പം ചില കുട്ടികൾ, ഇപ്പോൾ പണ്ടത്തെ ജനറേഷനേ അല്ല, ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നൊന്നുമല്ല, പക്ഷെ പണ്ടത്തെ ജനറേഷനേ അല്ല. എങ്ങനെയാണ്? മെൻസസ് ഒന്നും ഇല്ലാതെ നമ്മളെടുത്ത് ചിലപ്പോൾ വയറുവേദനയെന്നൊക്കെ പറഞ്ഞിട്ടേ കാരണം അമ്മമാർ കുട്ടികളെ കൊണ്ടുവരാം, പ്രഗ്നൻ്റ് ആവും. വാർത്ത ഒന്നും കാണാറില്ലേ? ഇറ്റ്സ് റിയൽ തിങ്. നിങ്ങളൊക്കെ നല്ല മക്കളാണ്, അതെനിക്കറിയാം, നിങ്ങളൊക്കെ സൂപ്പറാണ്. അങ്ങനെ അല്ലാത്ത കുറച്ച് പേരുണ്ട്, നിങ്ങളെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ അല്ലാത്ത കുറച്ച് കഴിവ് കൂടിയ ആളുകളുണ്ട്. അവരിങ്ങനെ ആവും, കൺവിൻസ് ചെയ്യും. ചിലപ്പോൾ അറിയ പോലുമില്ല. പ്രഗ്നൻ്റ് ആയിട്ട് ഉള്ളതല്ല, ബാത്റൂമിൽ പ്രഗ്നൻ്റ് ആയി 18 വയസ്സിലെ കുട്ടി, അങ്ങനെ കുറേ പീഡനത്തിൻ്റെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് വെച്ചതായി പോട്ടോ കേട്ടോ. അപ്പോൾ മെൻസസ് ഇല്ല എങ്കിൽ അമ്മമാരൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ബ്ലൈൻഡായിട്ട് കാക്കക്കും തൻകുഞ്ഞ് അതോ പൊൻകുഞ്ഞ് തൻകുഞ്ഞ്, ഏതാ ഉത്തരം? തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, അങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ കൂടി ഒരു സംഗതി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു എന്നുള്ളൂ. റെലവൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി പറയേണ്ടത് നമ്മൾ. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് പോവാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലീഡിങ്ങിൽ വരുന്ന ഇറഗുലാരിറ്റീസ്, മെൻസസ് റെഗുലർ അല്ല, സ്പോട്ടിങ് ആണ്, കൃത്യമായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ ആദ്യം നിങ്ങൾ സംശയിക്കേണ്ട രോഗം എന്ന് പറയുന്നത് ഏതാണ്? PCOD. നല്ല പേരല്ലേ? എന്താ നിന്റെ പേര്? ടെൻഷനോ? റിൻഷ. ഓക്കെ, അല്ല കേൾക്കാഞ്ഞിട്ടോ, ആദ്യമായിട്ട്, ഫസ്റ്റ് കേട്ടില്ല. ഓക്കെ, എന്താ PCOD എന്ന് പറഞ്ഞാൽ? പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. കറക്റ്റ്, വലിയ പേരാ, കിതാബിലൊന്നും കൊള്ളാത്ത രീതിയിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് പറയുമ്പോൾ ഒരു പഞ്ചക്കല്ലേ. അപ്പോൾ ഈ നാളെ മുതൽ അസുഖം ആർക്കെങ്കിലും ഉണ്ടോ PCOD? ഇല്ലവരുണ്ടാവും. 10 പേരുണ്ടെങ്കിൽ, അതെ അവിടെ കൈ നോക്കി, 10 പേരുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരു 6 പേർക്ക് ഇന്നത്തെ കാലത്തിലുണ്ട്. അപ്പോൾ എന്താ അസുഖം എന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ? പവറായിട്ട് പറയണം, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. കാര്യമായിട്ട് അങ്ങനൊക്കെ പറയാം, പവറല്ലേ. ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? പറടാ, എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മളെ ഭക്ഷണ രീതി മാറി,
ജങ്ക് ഫുഡ്സ് കൂടുതലായി, ചോക്ലേറ്റ്സ് കൂടുതലായി, അങ്ങനെ നമ്മുടെ ഈ അടിവയറ്റിൻ്റെ രീതികളിൽ കൊഴുപ്പ് കെട്ടാൻ തുടങ്ങി. മെലിഞ്ഞിട്ടില്ല കുട്ടികളിൽ. ഇപ്പം നിങ്ങളുടെ പോലെ വല്ല തടിയോ പ്രായമൊന്നും ആവാത്ത മെലിഞ്ഞിട്ടില്ല കുട്ടികളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് കാണുന്നുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. ഇതിൽ ആർക്കെങ്കിലും മെൻസസിന് ഇറഗുലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നാളെ തന്നെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നോ, വയറിൻ്റെ ഒരു സ്കാനിങ് എടുത്ത് നോക്കിക്കോ. അതിലൊട്ടുമിക്ക ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്മുടെ അണ്ടത്തിൽ കാണുന്ന ചെറിയ ചെറിയ കുമിളകൾ നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി രണ്ടാമതായിട്ടുള്ളത് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ. തൈറോയ്ഡ് ഗ്രന്ഥി എവിടെ? തൈറോയ്ഡ് എവിടെ ഉള്ളത്? വയറ്റിലോ? അത് ശരി, വയറ്റിലാണ് തൈറോയ്ഡ് ഉള്ളത്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വേറെ ഒരു ചാൻസ് കൂടി തരാം. വേറെ എവിടെയെങ്കിലും പറഞ്ഞോടാ. ഓക്കെ, ഇവിടെയോ? ഇവിടെയല്ല, ഇതല്ല, ഇവിടെ തൈറോയ്ഡ് ഉള്ളത്. ശരിയല്ലേ? അപ്പൊ ഈ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ ഇത് വരാവുന്നതാണ്. വേറെ എന്തോ പറഞ്ഞു അവിടെ? കാലിലോ? ഇല്ലട അവിടെ ഒന്നും. ഓക്കെ. പിന്നെ എൻഡോമെട്രിയോസിസ്, അതിനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, എൻഡോമെട്രിയോസിനെ കുറിച്ച് നമുക്ക് പറയാം. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ അറിയില്ല. ഗർഭപാത്രത്തിൽ ചെറിയ ചെറിയ മുഴകൾ വരിക, ഗ്രോത്ത് വരിക. അപ്പം ഉണ്ടാകുന്ന പ്രശ്നം എന്താ? ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് ആവും. മെൻസസിൻ്റെ സമയത്ത് നല്ല വേദന, നല്ല രീതിയിലുള്ള ബ്ലീഡിങ്ങും കാര്യങ്ങളും വരിക. അതാണ് ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറയുന്നത്. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാലും എന്താണ്? ഈ പറഞ്ഞ രീതിയിൽ മെൻസസിൻ്റെ സമയത്ത് ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ എന്തിൽ കാണുന്നുണ്ട്? ഈ ഒരു സ്പോട്ടിങ് അതല്ലെങ്കിൽ അബ്നോർമൽ ബ്ലീഡിങ്ങിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ മെൻസസ് കറക്റ്റ് അല്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഇതൊരു ചെറിയ വിഷയമൊന്നുമല്ല. ഇപ്പോൾ ഈ PCOD ഉള്ള ആളുകളൊക്കെ എന്താ വിചാരിക്കുക? എന്താ PCOD ഉള്ള ആളുകളുടെ ഒക്കെ ഒരു വിചാരം? എന്താ വിചാരം? സുഖമായി സാറേ, മെൻസസ് ഇല്ലല്ലോ, എന്ത് സുഖമല്ല ജീവിത, 4 മാസമായി അങ്ങനെ പറയലുണ്ട്. 4 മാസമായിട്ട് ഒരു മെൻസസും ഇല്ല, ഞാൻ സുഖിച്ച് ജീവിക്കുകയാണ്, അതിന് വരണം നിർബന്ധമല്ല എന്ന് പറയും. കറക്റ്റ് അല്ലേ? ഇനി ഭർത്താക്കന്മാരാണെങ്കിൽ എന്താ? ഒരു പ്രൊട്ടക്ഷനും വേണ്ട, അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോവാം, ഇങ്ങനെയൊക്കെയാണ് പറയണത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നാളെ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ PCOD നേരത്തെ കണ്ടെത്തി ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ബാധിച്ചിരിക്കും. ദൈവമൊക്കെ നോക്കി ഇല്ല, മീശ വരുന്ന കണ്ടിട്ടുണ്ട് നിങ്ങൾ? അങ്ങനെ പിരിക്കാൻ ആണുങ്ങൾക്ക് വരുന്നതല്ല ഞാൻ പറയുന്നത്, കണ്ടിട്ടില്ലേ? മീശ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. താടി കുറ്റം പറയുന്നതല്ല. മീശ വരാം, താടി വരാം, അങ്ങനെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ബോയ് ആയിട്ട് മാറാം. എന്ത് മാറണ്ടേ? വേണ്ട, ശരിയല്ലേ? അങ്ങനെ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് വരുന്നത്? ഈ PCODന്റെ സമയത്തിലെ ഹോർമോണൽ ചേഞ്ച് കൊണ്ടുവരുന്നതാണ്. മെയിൽ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ അങ്ങ് കൂടും. ഏത് ഹോർമോണാണ് കൂടുന്നത്? മെയിൽ ഹോർമോൺ, പുരുഷന്മാരെ ഹോർമോണാണ് കൂടുന്നത്. വേണ്ടേ? അവിടെ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. നിനക്കുണ്ടോ മീശ അതോ താടി? ഏതല്ലത്? ഭയങ്കര ചിരിയാവർ. ഏതാ? രണ്ടുമുണ്ട്. സോ ഡേഞ്ചർ. വെൽക്കം ടു അവർ ഗ്യാങ്, ബോയ്സ് ഗ്യാങ് മാ. ഓക്കെ. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഒരു തമാശയിൽ പറഞ്ഞു എന്നുള്ളൂ, പക്ഷെ അത് ഡേഞ്ചറാണ്. അത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞിട്ടുള്ള ഹിർസ്യൂട്ടിസ് എന്ന് പറയുന്ന അവസ്ഥ അത് PCODയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കില്ല രോഗങ്ങൾ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള മെൻസസിലേക്ക് ക്രമക്കേടുകൾ കാണണമെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തോളൂ കേട്ടോ. അത് ക്ലിയർ ആയോ? ഇതാണ് ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ. ഇനി അടുത്തതായിട്ടുള്ളത് ഇപ്പോൾ തീരും, കുറച്ചുകൂടി ഉള്ളൂ. ഈ സമയത്ത് ഇങ്ങനെ ക്രമം തെറ്റിയിട്ടുള്ളൊരു ആർത്തവം നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലെ എക്സസൈസിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, ഭക്ഷണ രീതിയിലെ മാറ്റങ്ങൾ കൃത്യമായിട്ട് വരിക, നിർബന്ധമായിട്ടും പോയിട്ട് ലാബ് ടെസ്റ്റും അതുപോലെ തന്നെ വയറിൻ്റെ സ്കാനിങ്ങും ലാപ്രോസ്കോപ്പി പോലുള്ള ടെസ്റ്റുകൾ ചെയ്ത് നിങ്ങളുടെ അസുഖം എന്താണെന്നുള്ളത് കണ്ടെത്തി അത് നേരത്തെ തന്നെ ചികിത്സിച്ച് മാറ്റുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരും ഒരു കടമയായിട്ട് മാറ്റണം. അതല്ലാതെ മെൻസസ് ഇല്ലാത്തതുകൊണ്ട് സന്തോഷിക്കാം, സുഖമാണ് അങ്ങനെ വിചാരിച്ചു നിന്ന് കഴിഞ്ഞാൽ അത് പല പ്രശ്നത്തിലേക്കും പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? വളരെ ബാഡായിട്ട് അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ.
ഇനി അടുത്തതായിട്ടുള്ളത് ഡയറ്റ് ഡ്യൂറിങ് മെൻസസ്. അത് ഓൾറെഡി ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നുള്ളതൊക്കെ. മദ്യപാനം പാടില്ല, പുകവലി പാടില്ല, ഓവർ സാൾട്ടി ഫുഡ് പറ്റില്ല, ഓവർ സ്പൈസ് ഫുഡ് പറ്റില്ല, മധുരം കൂടുതലുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ്, ജങ്ക് ഫുഡ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി നിർത്തുക. നല്ല ഭക്ഷണങ്ങൾ, ഫൈബർ കൂടുതലുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സും, നന്നായിട്ട് വെള്ളം കുടിക്കുക, വിറ്റാമിൻസ് കൂടുതലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ ഈ പറഞ്ഞ എല്ലാ പ്രശ്നത്തിനെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കറണ്ട് വരുമോ, എന്താ അവസ്ഥ? പറഞ്ഞിട്ടുണ്ട്, ഓക്കെ. ഇനി അടുത്ത 2 മെയിനായിട്ടുള്ള ടോപ്പിക്കുകളാണ്. നിങ്ങളെപ്പോലത്തെ കുട്ടികൾ ചെയ്യുന്ന കാര്യം തന്നെയാണത്, അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യണത്. പീരീഡ്സ് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പീരീഡ്സ് മാറാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോണ്ട? അതുമില്ല. നിനക്ക് പോകണം അമ്പലത്തിൽ? നീയും പോകുന്നില്ല അമ്പലത്തിൽ? ആർക്കെങ്കിലും അമ്പലത്തിൽ പോവോ? ഇംഗ്ലീഷാണെന്നോ? എത്തിസ്റ്റാണ്. ഓക്കെ, ജനറേഷൻ മാറി. ഓക്കെ, അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്, കറക്റ്റ് അല്ലേ? അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഹണിമൂണിന് പോകാൻ വേണ്ടിയിട്ട്, അല്ല ഇതൊക്കെ നടക്കും. നമ്മൾ പറയണമല്ലോ, ജനറേഷൻ ചേഞ്ച് ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ പറയണം. അപ്പോൾ മൈക്ക് ഓക്കെ. അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഒരു ഫാമിലി ട്രിപ്പ് ഉണ്ട്, മറ്റ് യാത്രകൾ പോകാൻ വേണ്ടിയിട്ട്, ഹണിമൂണിന് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ വിളിക്കും, നമ്മളൊപ്പം പഠിച്ച ഫ്രണ്ട്സ് വിളിക്കും. ഒരു മരുന്ന് തരുമോ മെൻസസ് മാറ്റി വെക്കാൻ? സീരിയസ്ലി ഒരു മരുന്ന് തരുമോ? ഇത് ചെയ്യാറുണ്ടോ? ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ നുണ പറയൊന്നും വേണ്ട, ഇതിൽ ചെയ്തവരുണ്ട്, ശരിയല്ലേ? അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, പീരീഡ് ഡിലേ പിൽസ്, അതുപോലെ തന്നെ മെൻസസിൻ്റെ വേദന മാറാൻ വേണ്ടിയിട്ട് പാരസിറ്റാമോൾ കഴിക്കുന്ന ആളുകൾ ഇന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡാണ്. പാരസിറ്റാമോൾ എന്ന് പറഞ്ഞാൽ പാരസിറ്റാമോളിന് പോലും അറിയില്ല അവൻ എത്ര ആക്ഷൻ ഉണ്ട് എന്ന്. എന്തിനു വന്നാലും പാരസിറ്റാമോൾ, തലവേദന വന്നാൽ പാരസിറ്റാമോൾ, മെൻസ്ട്രൽ പെയിൻ വന്നാൽ പാരസിറ്റാമോൾ, വേറെ എന്തിനെങ്കിലും ഞാനൊന്നും കഴിക്കാറില്ല എന്നാണ്. ശരിയല്ലേ? അതും നിങ്ങളെ കിഡ്നിയെ ഡാമേജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഞാൻ കൃത്യമായിട്ട് പറയണതാ. അമിതമായിട്ട് ഡോളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റിൽ നിങ്ങളുടെ കിഡ്നി ഫെയിലറാണ്. അപ്പോൾ ഈ വേദന വരുമ്പോൾ എളുപ്പമാർഗ്ഗം നേരെ ഒരു ഫാർമസി പോവുക, പാരസിറ്റാമോൾ വാങ്ങാൻ കഴിക്കാം. ആ പരിപാടി ഇന്ന് നിർത്തിക്കോണം പരിപാടി. അതിന് പകരം കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ട മെഡിസിൻ നിങ്ങൾ എടുക്കണം കേട്ടോ. ആ തെറ്റുകൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നോർമലായിട്ട് നടക്കുന്ന നിങ്ങളുടെ മെൻസസിനെ അബ്നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഈ രീതിയിലുള്ള തെറ്റുകൾ ചെയ്യാൻ പാടില്ല. ഇത് വളരെ വലിയ തെറ്റാണ്. ഈ പീരീഡ്സ് മാറ്റി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനുകൾ നിങ്ങൾ കഴിക്കുന്നത്. അതിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ നോക്കിയേ. അതിൻ്റെ സൈഡ് ഇഫക്ട്സ് മുഖക്കുരു. പണ്ട് പ്രേമം ഇറങ്ങിയ സമയത്താണെങ്കിൽ സായി പല്ലവി ഉണ്ടെന്ന് പറഞ്ഞ ട്രെൻഡാക്കായിരുന്നു. ഇവിടെ അങ്ങനെ കുരുക്കൾ. ഇപ്പൊ അതുണ്ടോ? ഇല്ല. പിന്നെ നോക്കി, മെൻസ്ട്രൽ സ്പോട്ടിങ്, മൂഡ് സ്വിങ്സ്, ലോസ് ഓഫ് ലിബിഡോ. എന്താ ഈ ലിബിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പൊ നിങ്ങൾക്ക് അത്ര വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ലോസ് ഓഫ് ലിബിഡോ എന്താണത്? എന്താ ലിബിഡോ? താല്പര്യക്കുറവ്. എസ്പെഷ്യലി നമ്മുടെ സെക്സിനോടുള്ള താല്പര്യക്കുറവൊക്കെ ഈ പറഞ്ഞിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ വരാവുന്നതാണ്. പിന്നെ ബ്രസ്റ്റ് ടെൻഡർനെസ്, ഓക്കാനം, ബ്ലഡ് ക്ലോട്ട്സുകൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇതിൽ കാണാറുണ്ട്. പിന്നെ അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി നമ്മൾ പറയാൻ വിട്ടുപോയതുണ്ട്. പീരീഡ്സിൻ്റെ സമയത്തുള്ള സെക്സ് അത് അത്ര വലിയ നല്ല കാര്യമില്ല. അതൊരു മിത്ത് ആൻഡ് ഫാക്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫേംഡ് ആയിട്ട് എതിർക്കാനും പറ്റില്ല. സയൻറ്റിഫിക്കലി നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കതിനെ എതിർക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും പലതരത്തിലെ രോഗങ്ങളും ഓൾറെഡി നിങ്ങൾ വീക്കായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ വീക്കായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ബന്ധപ്പെടാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് വളരെയധികം കൂടുതലായിട്ട്, ഇൻഫെക്ഷൻ സ്പ്രെഡിങ്, പലതരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ്റെ സ്പ്രെഡിങ്ങുകൾ, മറ്റ് ഇൻഫെക്ഷൻ്റെ സ്പ്രെഡിങ്ങുകളൊക്കെ ആ സമയത്ത് കൂടുതലായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ബെറ്റർ ടു അവോയ്ഡ് സെക്സ് ഡ്യൂറിങ് ദിസ് മെൻസ്ട്രൽ ടൈം. ഓക്കെ, അതത്ര വലിയ നല്ലൊരു സംഗതി അല്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ടുള്ളത്
ലാസ്റ്റ് പാർട്ട്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഒരു ഗൈനക്കോളജിക്കൽ ഡിസോർഡർ കൂടിയുള്ളൂ. അവസാനത്തെ 2 പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, May 28 മെൻസ്ട്രൽ ഹൈജീൻ ഡേ. മെൻസ്ട്രൽ ഹൈജീൻ ഡേ എന്ന് പറയുന്നത് May 28 ആണ്. ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സംഗതികളെ കുറിച്ച് ഇന്നത്തെ പ്രോഗ്രാമിൽ എന്താ പ്രത്യേകത? നിങ്ങൾക്ക് മെൻസ്ട്രൽ കപ്പ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ എന്താ നിങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കാറുള്ളത് മെൻസസിന്റെ സമയത്ത്? ഒന്നും ഉപയോഗിക്കാറില്ല. പാഡ്, ക്ലോത്ത്, പിന്നെ കപ്പ്, മെൻസ്ട്രൽ കപ്പ്. ഓ, പിന്നെ ടാങ്കോ, ടാമ്പൂൺസ്. ഓക്കെ, ടാമ്പൂൺസ് കറക്റ്റാ. അങ്ങനെ പല സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ഏതാ നല്ലത് ബേസിക്കലി? നിങ്ങളെ കാര്യം പറയണ, ഇതിൽ ഏതാ നല്ലത് ബേസിക്കലി? ഏറ്റവും നല്ലത് ഏതാ? ഏറ്റവും നല്ലത് ഏതാ? പാഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ 2 പേരേ ഉള്ളൂ പാഡ് ഉപയോഗിക്കുന്നത്. പാഡിൻ്റെ ഒരു ഈസിനെസ് എന്താ പാഡ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്? നിങ്ങൾക്ക് ബാഗിലിട്ട് നടക്കാം, വളരെ ഈസിയാണ്, കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ത്രോ ചെയ്യാം. അതുപോലെ വില വളരെ തുച്ഛം. ഒരു പാഡിന് ചിലപ്പോൾ ഒരു 4-5 രൂപ. കറക്റ്റ് അല്ലേ? ഇത്രയല്ലേ വരുന്നുള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10 രൂപ ഒരു പാഡിൻ്റെ വില. കറക്റ്റ്. പക്ഷെ പാഡിന് അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പാഡിന് അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. കാരണം അതിൽ ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. നല്ല സ്മെല്ലില്ലേ പാഡിനൊക്കെ? ഇഷ്ടമല്ല? ഓക്കെ, ഇഷ്ടമുള്ളവരുണ്ടോ പാഡിൻ്റെ സ്മെല്ല്? ഇഷ്ടമല്ല? അത് അവർക്ക് ഇഷ്ടമാണ്. അങ്ങനെ ആ സ്മെല്ലിന് വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസുകൾ, അങ്ങനെ നോക്കി നിങ്ങൾ നോക്ക്, ഇത്രയും അധികം കെമിക്കൽസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്രയും അധികം കെമിക്കൽസുകളും ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ വളരെ ദോഷമായിട്ട് അഫക്റ്റ് ചെയ്യാം. 1-2 ദിവസം ഉപയോഗിക്കില്ലല്ലോ. എത്ര പാഡ് ഉപയോഗിക്കുന്നുണ്ട്? നിങ്ങൾ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആളുകളാണ്. ഞാൻ വെറുതെ അറിയുന്നതാണ്, തമാശയായിട്ട്. എത്ര പാഡ് ഉപയോഗിക്കും? പാഡ് ഉപയോഗിക്കുന്നവർ 20,000. ഒരൊറ്റ സ്ത്രീ അവരുടെ ലൈഫ് ടൈമിൽ ഉപയോഗിക്കുന്ന പാഡിൻ്റെ എണ്ണ 20,000 പാഡുകൾ ഉപയോഗിക്കാം. ഇവളിങ്ങനെ ആലോചിക്കാം, വലിയ ബിസിനസ്സാണല്ലോ സാറേ, ഒരു പാഡിന് 20,000 അങ്ങനെയാണോ? ശരിയല്ലേ? അപ്പോൾ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോഷർ നിങ്ങൾക്ക് വരുന്നൊരു സംഗതിയാണ്. അപ്പോൾ അത് അത്ര വലിയ ഹൈജീനിക് ആയിട്ടുള്ളൊരു സാധനമല്ല. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഡംപ് ചെയ്യാണത്. നമ്മുടെ ഭൂമിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് മാറിപ്പോകും അവിടുന്ന്. ഇല്ല, പ്ലാസ്റ്റിക് അല്ലേ, അവിടെ തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ സൈഡ് ഇഫക്ട്സ് നമുക്കും നമ്മളെ കുട്ടികൾക്കും എല്ലാവർക്കും വരാം. അപ്പോൾ ഈ സാനിറ്ററി പാഡ് ഈസിയാണ് ഉപയോഗിക്കാനെന്നെങ്കിലും ഈ രീതിയിലുള്ള സൈഡ് ഇഫക്ട്സുകൾ അതിനുണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉപയോഗം നിങ്ങൾ കുറയ്ക്കണം. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിയിട്ട് കൂടി നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറും. ആണോ? അത്രയും അധികം ഈവൻ പലതരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് ഹാം, ക്യാൻസർ വരാം. ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പം ഭക്ഷണമൊക്കെ കാരണം നിങ്ങളുടെ എല്ലാം ഓക്കെ ആവും. മറ്റ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ലൈംഗിക രോഗങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് വരാം? ക്യാൻസർ വരാം. ചിലപ്പോൾ ഇതിൻ്റെ അലർജി കൊണ്ടോ അതല്ലെങ്കിൽ ഇതിൻ്റെ കെമിക്കൽസിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാവും. അപ്പോൾ സാനിറ്ററി പാഡ് മാറേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്ത സംഗതി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ, പക്ഷെ ഇപ്പം നമ്മൾ അത്ര ഉപയോഗിക്കാത്തൊരു സംഗതിയാണ്. ദാറ്റ് ഈസ് ടാമ്പൂൺസ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നില്ല. പണ്ടൊക്കെ വിദേശത്തെ കാലത്ത് കുറേ ഉപയോഗിച്ചു. അത് കഴിഞ്ഞാൽ ഒന്നുകൂടി പ്രീമിയം ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നൊരു സംഗതിയാണ് ഇത്. സംവാട്ട് സാനിറ്ററി പാഡ് തന്നെയാണ്, ഒരു കോമ്പോസിറ്റ് വേർഷനാണ്. അതിൻ്റെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് വേർഷൻ. നമ്മൾ വജൈനൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം? അത് ഇൻസേർട്ട് ചെയ്ത് വെക്കണം. കറക്റ്റ് അല്ലേ? പക്ഷേ സെയിം സൈഡ് ഇഫക്റ്റുകളുണ്ട്. അതിൻ്റെ കൂടാതെ മരണം വരെ സംഭവിക്കാവുന്ന ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയും. നമ്മൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് ഇൻഫെക്ഷൻ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് വരുന്ന ഒരു പ്രശ്നം അത് നമുക്ക് വരാവുന്നതാണ്. അതുകൊണ്ട് ആ ഒരു 2 കാര്യങ്ങളും വേണ്ട. അപ്പം നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് മൂന്നാമതായിട്ടുള്ളതാണ്. അതായത് ഈ കുട്ടി പറഞ്ഞ പോലെ ക്ലോത്ത്. സാധാ ക്ലോത്ത് അല്ല, അത് ഡിഫിക്കൽട്ടാണ്. പണ്ടൊക്കെ നമ്മൾ ഏറ്റവും മുന്നത്തെ ജനറേഷനൊക്കെ തുണി കേകി വൃത്തിയാക്കി വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചല്ല പറയുന്നത്.
നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? നല്ല ക്ലോത്ത് പാഡ് ഉണ്ട്, ഞാനൊരു ഫോട്ടോ കാട്ടിത്തരാം. നോക്കി, കുറച്ച് വാങ്ങുന്ന സമയത്ത് കുറച്ച് വില കൂടുന്നേ ഉള്ളൂ. ഇതേ ക്ലോത്ത് പാഡ് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. 2 മുതൽ 3 വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഈ കപ്പ് വെക്കാൻ മടിയുള്ള ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ സംഗതിയാണ്. വൺസ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. റീയൂസ് ആണ്. 3 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാം. വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു 300-400 ഒക്കെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. പക്ഷെ ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ 3 വർഷത്തിന് പിന്നെ ഒന്നും നമ്മൾ വാങ്ങേണ്ട കാര്യമല്ല. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ളത് ഇതും ഓക്കെയാണ്. ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഇത് കണ്ടോ, ഇത് പാഡ് തന്നെയാണ്, ഒറിജിനൽ പാഡ് തന്നെയാണ്. ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള കോണും അതുപോലെ തന്നെ കോട്ടനെ കൊണ്ട് കോണും അതുപോലെ തന്നെ കോട്ടനെ കൊണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സംഗതിയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് ഓക്കെ, ഇത് ഞങ്ങൾക്ക് ത്രോ ചെയ്യാം. പക്ഷെ ഇതെന്ത് ചെയ്യും? പാഡ് പോലെ ഭൂമിയിൽ കേടുണ്ടാക്കൂല, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാക്കൂല. നിങ്ങൾ കാരണം ഭൂമി എന്ത് ചെയ്യില്ല? കേടുവരില്ല. പക്ഷെ പാഡ് പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതെന്താ? കോട്ടനും അതുപോലെ തന്നെ കോണൊക്കെ സ്വയം നശിച്ചു പോയിക്കോളൂ അത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക? പണം നോക്കാതെ ഈ രീതിയിലേക്ക് മാറുക. ഇനി ഏറ്റവും പുതിയ സാധനം മെൻസ്ട്രൽ കപ്പ് അല്ലേ? ഇന്ന് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ മടി ഉണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്തെന്ന് പറയുന്നത്, മെൻസ്ട്രൽ പാഡ് എന്ന് പറയുന്നത്. ഓക്കെ, മെൻസ്ട്രൽ പാഡ് എന്ന് പറയുന്നത് മെയ്ഡ് ഓഫ് സിലിക്കോൺ, മെഡിസിനലി ഉപയോഗിക്കാൻ പറ്റുന്ന സിലിക്കോണെ കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് ഡേഞ്ചേഴ്സ് ഇല്ല, പ്ലാസ്റ്റിക്കിനെ പോലുള്ള സൈഡ് ഇഫക്റ്റ് ഇല്ല, റീയൂസബിൾ ആണ്. 10 വർഷം വരെ ഉപയോഗിക്കാം. വൺസ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 വർഷം വരെ ഉപയോഗിക്കാം. 10 വർഷം വരെ. അത് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ അറിയോ? പലതരത്തിലുള്ള ഫോൾഡിങ്ങുകളുണ്ട്, സി ഫോൾഡ്. ആ രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ജസ്റ്റ് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറ്റാം. അതിൻ്റെ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. ആ വീഡിയോസ് ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് തരാം, എങ്ങനെ ഇൻസേർട്ട് ചെയ്യേണ്ട വീഡിയോസ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ലൊരു സംഗതിയാണ് കപ്പ് എന്ന് പറയുന്നത്. നമുക്ക് രാവിലെ വെച്ച് കഴിഞ്ഞാൽ 8 മണിക്കൂർ വരെയൊക്കെ അത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഓടാം. മെൻസസ് ആയിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ മെൻസസ് ആയിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്? പാഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയ പാഡാണെങ്കിൽ ലീക്കാവും, ചിലപ്പോൾ ഇവിടെ ഇത് വരും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് ചിലപ്പോൾ വല്ല കൾച്ചറൽ ഫെസ്റ്റ് വന്നു, നിനക്ക് ഡാൻസ് കളിക്കണം എന്നുണ്ട് ഇല്ലേ, കളിക്കാൻ പറ്റുമോ? പറ്റില്ല പാഡാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തുപയോഗിക്കണം? കപ്പ് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് ഓടാം, ചാടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫീൽ ഫ്രീ ടു ഡു എനിത്തിങ്. ക്ലിയർ ആയോ? അത്രയും അധികം അഡ്വാൻറ്റേജ് ഉണ്ട് അതിന്. അതല്ലാതെ അത് നിങ്ങൾ എന്ത് ചെയ്യില്ല, ദോഷമായിട്ട് അഫക്റ്റ് ചെയ്യൊന്നുമില്ല. അതല്ലാതെ ഹൈമൻ പൊട്ടിപ്പോവും, അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ മതി. ആദ്യം ഒന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് കാട്ടിത്തരാം നിങ്ങൾക്ക്. നോക്കിയേക്കോ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത്. 3 ഷേപ്പ്, C ഷേപ്പിൽ ഫോൾഡ് ചെയ്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, പഞ്ച് ഡൗൺ ചെയ്തിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ 7 ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ 3 രീതിയിൽ നോക്കി വളരെ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ഓട്ടോമാറ്റിക്കലി തുറന്നോളും. ഊരുന്ന സമയത്ത് ഒരിക്കലും അതിൻ്റെ അറ്റം പിടിച്ച് വലിക്കരുത്. നമ്മളതിൻ്റെ അറ്റം പിടിച്ച് വലിക്കരുത്. ആ ബേസ് ഭാഗത്ത് അമർത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വലിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. 1-2 പ്രാവശ്യം ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വരും? ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സാധനം ചിലപ്പോൾ എന്താവും? ഈ പറഞ്ഞിട്ടുള്ള മെൻസ്ട്രൽ കപ്പാവും. കൃത്യമായിട്ട് എല്ലാ ദിവസവും ശ്രദ്ധിച്ചെടുത്ത് അതിൻ്റെ ഹൈജീനൊക്കെ നോക്കി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം. മാറുമോ? പേടിയാണ് ഇപ്പോഴും അല്ലേ? ഇപ്പോഴും പേടിയാ? ബട്ട് ട്രൈ 1-2 പ്രാവശ്യം. പുതിയതല്ലേ, എന്നും ഈ സാനിറ്ററി പാഡിന് പകരം ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ട്രൈ ചെയ്യുന്നതാണോ? കൈ പൊക്കും. ഓക്കെ, ഈ രീതിയിൽ എന്ത് ചെയ്യുക? കൃത്യമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരട്ടെ. ഇനി ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് ഗൈനക്കോളജിക്കൽ ഡിസോർഡർ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ഒരൊറ്റ പോക്ക്. ഓക്കെ, നമുക്ക് പെട്ടെന്നാക്കാൻ തീർക്കാം. ഇതിൽ
ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ PCOD, അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഓൾറെഡി എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ കാണുന്ന പലതരത്തിലുള്ള ഒരു മെൻസസിൻ്റെ ഇറഗുലാരിറ്റിൻ്റെ പിന്നിലുള്ള ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് PCOD നമ്മൾ പറഞ്ഞു. മീശയും താടിയൊക്കെ അഭിമാനമായി കൊണ്ട് നടക്കാതെ അത് ട്രീറ്റ് ചെയ്ത് മാറ്റണം എന്നുള്ളത് ഇപ്പം തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചോ, അത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ PCODനെ കുറിച്ച് ഞാൻ ഓവറായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഹോർമോണൽ പ്രോബ്ലം കൊണ്ടാണ് അത് വരുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ അടുത്തതായിട്ടുള്ളത് നമ്മൾ ഫൈബ്രോയിഡ് ആണ് അടുത്തതായിട്ടുള്ളത്. ഫൈബ്രോയിഡ് നമ്മൾ പറഞ്ഞു ഗർഭപാത്രത്തിൽ വരുന്ന ചെറിയ ചെറിയ ക്യാൻസർ അല്ലാത്ത മുഴകളാണ്. നോൺ ബിനൈൻ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഇതെന്ന് പറയുന്നത്. വളരെ സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ്, അതുപോലെ തന്നെ നടുവേദന, കാലിലേക്ക് ഇറങ്ങി വരുന്ന വേദന, ഈ രീതിയിലൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മെൻസസിൻ്റെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് സംശയിക്കേണ്ട എന്താണ്, ഫൈബ്രോയിഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്കാനിങ് എടുക്കുക, അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാം പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ടുള്ളത് അഡിനോമയോസിസ്. കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ടോ? അഡിനോമയോസിസ് നല്ല പേരാ അല്ലേ, അഡിനോമയോസിസ്. അഡിനോമയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗർഭപാത്രത്തിന് നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഏറ്റവും ഉള്ളിൽ വരുന്ന ലെയർ എന്ന് പറയുന്നത്, ഏറ്റവും ഉള്ളിലുള്ളത് 3 ലെയർ, എൻഡോമെട്രിയം, മയോമെട്രിയം എന്ന് പറഞ്ഞിട്ടുള്ള ലേയേഴ്സാണ് വരുന്നത്. ഞാൻ അത്ര ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതിൽ കാണുന്ന എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലുള്ള ലെയറാണ്. അത് നമ്മുടെ മയോമെട്രിയത്തിലേക്ക് കൂടി കയറി ഗ്രോത്ത് ചെയ്തിട്ട് നമ്മളെ ഗർഭപാത്രം ഒരു തേങ്ങനെ പോലായിട്ട് മാറും. തേങ്ങ, കൊപ്ര കണ്ടിട്ടില്ല നിങ്ങൾ? കൊപ്ര അതുപോലെ ഹാർഡായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് ഈ പറഞ്ഞിട്ടുള്ള അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണെങ്കിലും ഈ പറഞ്ഞ രീതിയിലെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണാം. പക്ഷെ ട്രീറ്റ് ചെയ്യാൻ ഒന്നുകൂടി ഡിഫിക്കൽട്ടാണ്. മറ്റേതിൻ്റെ അത്ര ഈസി ആയിട്ടുള്ള ഒരു സംഗതിയല്ല, പക്ഷെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത രോഗം എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ വരുന്ന ആ ലെയർ ഗർഭപാത്രത്തിൻ്റെ പുറത്തേക്കൂടെ ഒക്കെ നമ്മൾ കാണാം, പല ഭാഗത്തായിട്ട് കാണാം. നേരത്തെ ഉള്ളിൽ പറഞ്ഞ ലെയർ പല ഭാഗത്തായിട്ട് കാണുമ്പോൾ വരുന്ന അസുഖമാണ്. ഇതിലും ഈ പറഞ്ഞ രീതിയിൽ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, പല ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണാറുണ്ട്. ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള രോഗമുണ്ട്, ചോക്ലേറ്റ് സിസ്റ്റ് ഓഫ് ഓവറി. ചോക്ലേറ്റ് വേണം? വേണ്ട, അതെന്താ? ചോക്ലേറ്റ് സിസ്റ്റ് ഓഫ് ഓവറി കേൾക്കാൻ നല്ല രസമല്ലേ? ചോക്ലേറ്റ് സിസ്റ്റ്, റൊമാൻറ്റിക് ആയിട്ടില്ലേ? ചോക്ലേറ്റ് സിസ്റ്റ് നിനക്ക് വേണോ? നിനക്ക് വേണ്ട. എന്താ സംഗതി? ചോക്ലേറ്റ് സിസ്റ്റ് ഓഫ് ഓവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡോമെട്രിയോസിസിൻ്റെ സാധനം ഉണ്ടല്ലോ, അത് നമ്മുടെ അണ്ടത്തിൻ്റെ ഉള്ളിൽ അത് വരും. അത് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് അവിടെ വന്നിട്ട് അത് ഡാർക്കായിട്ട് മാറും. ഡാർക്കായിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ഈ ഡയറി മിൽക്കൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ കുറച്ച് നേരം മാറ്റി നിർത്തിയാൽ കണ്ടിട്ടില്ലേ, നല്ല ലൂസായിട്ട് മാറുന്നത്, അതുപോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് നമ്മൾ ചോക്ലേറ്റ് സിസ്റ്റ് ഓഫ് ഓവറി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അത് ഡിഫിക്കൽട്ടാണ്. സർജറിയാണ് അതിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ട്രീറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഡോമെട്രിയോസിസ് ആയി, ചോക്ലേറ്റ് സിസ്റ്റ് ആയി. ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഉള്ളൂ ഞാൻ പറയുന്നത്. ക്യാൻസറിൻ്റെ ഭാഗത്ത് സെർവൈക്കൽ ക്യാൻസർ ഏറ്റവും അവസാനമായിട്ടുള്ള ഒരൊറ്റ പോയിന്റ്. സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നൊരു വൈറസാണ്. അപ്പോൾ ഇനി നിങ്ങളൊക്കെ കല്യാണം കഴിക്കാൻ പോകല്ലേ? കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുന്നേ ചെക്കൻ്റെ എന്താ നമ്മൾ നോക്കുക? എന്താ നോക്കുക? പറടാ, കല്യാണം കഴിക്കണ്ടേ? അവള് മാത്രമുള്ള കല്യാണം കഴിക്കാത്ത ആള്, ബാക്കി എല്ലാവർക്കും കല്യാണം കഴിക്കണം എന്നാ പറഞ്ഞത്. ചെക്കൻ്റെ എന്താ നോക്കണ്ടേ? പറയടാ, നിന്നെ എന്താ നോക്കുക കല്യാണം കഴിക്കാൻ വരുമ്പോൾ? ഹൈറ്റ്, ക്യാരക്ടർ, ചെക്കൻ്റെ ക്യാരക്ടർ. മേഡം എന്താ നോക്കിയിരുന്ന കല്യാണം കഴിച്ചപ്പോൾ? അല്ല, പറയട്ടെ, എന്തെങ്കിലും ഒന്നുണ്ടാവുമല്ലോ അട്രാക്റ്റീവ് ആയിട്ടില്ലേ? പറയട്ടെ. മേഡത്തിന് ഷൈ ആവുന്നുണ്ട്. ഇത് ഞങ്ങളെ ഏരിയ അല്ല എന്നുള്ളത് കല്യാണം കഴിക്കുന്നവർ ചോദിക്കാൻ. നീ പറ, എന്താ നീ നോക്കുക? എടി പറയടി, എന്താ ഇത് കല്യാണം ഇത്രയും വലിയ അപരാധമായിട്ട് മാറിയോ? അനസ് ഡോക്ടർ എന്താ നോക്കുക? ഇപ്പൊ റീസെന്റ് കല്യാണം കഴിഞ്ഞു. സോറി, നമുക്ക് വിഷയം മാറിപ്പോയി, പെണ്ണുങ്ങളോടാ ചോദിക്കണ്ടേ. സോറി അനസ്. നീ എന്താ നോക്കുക? ഇവള് ക്യാരക്ടർ നോക്കി. ക്യാരക്ടർ എങ്ങനെയാണ്? പൂക്കിയാണെന്ന പുതിയ സ്റ്റെന്റ്, പൂക്കി
എസ്തെറ്റിക് കുക്കീസ്. ആ നീ എന്താ നോക്കുക? എല്ലാവരും ക്യാരക്ടറാ. എനിക്ക് കല്യാണം വേണ്ട സാറേ. ആ എന്താണ് നോക്കുക? വേറെ എന്തൊക്കെ നോക്കൂ? ഒരു ഇത് മാത്രമേ നോക്കുള്ളൂ, ക്യാരക്ടർ മാത്രം. ഇങ്ങനെയൊക്കെ പറയും. കല്യാണം കഴിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ കുറേ ബുദ്ധിമുട്ടിയേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഹൈറ്റ് നോക്കും, ഹെയർ സ്റ്റൈല് നോക്കും, കളറ് നോക്കും, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മൊത്തം അടിച്ചെടുക്കും. ഈ പറഞ്ഞ ഇവിടെ വലിയ ആളായിട്ടിരിക്കുക, ക്യാരക്ടർ മാത്രം. പക്ഷെ ഞാൻ വിഷയത്തിലേക്ക് വരാം. പണ്ടത്തെ കലയല്ല, ഞാൻ വീണ്ടും പറയുന്നു. പല തരത്തിലുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സുകളും അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നിലുള്ള റിലേഷൻഷിപ്പുകളും അതൊക്കെ കാരണം ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ കാരണം വരുന്നല്ല. ഇപ്പം എൻ്റെ അടുത്ത് വന്ന കുറേ കേസിൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ പാവങ്ങളാവും. പക്ഷെ ഹസ്ബൻഡ് ഈ രീതിയിൽ ചെയ്തിട്ട് അവർക്ക് ചിലപ്പം ഈ പറഞ്ഞിട്ടുള്ള HPV ഇൻഫെക്ഷൻ ഉണ്ടാവാം. ചെറിയ ചെറിയ വാർഡ്സ് ആയിട്ടാണ് വരിക, ജനൈറ്റൽ വാർഡ്സ് ഒക്കെ ആയിട്ട് വരും. അവരത് കരിയിച്ച് കളഞ്ഞിട്ടുണ്ടാവും, നോക്കിക്കഴിഞ്ഞാലൊന്നും അറിയില്ല. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പ് തരാം, ഒരു 50-ാമത്തെ വയസ്സൊക്കെ ആവുന്നതോട് കൂടി ക്യാൻസറായിട്ട് മാറും, ഷുവർ. അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടില്ല. ഞാൻ പറയും, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പ്രാക്ടിക്കലി. പക്ഷെ ഞാൻ പറയും ഇനിയുള്ള ജനറേഷനെങ്കിലും അത് ചെയ്യണം എന്നുള്ളതാണ്. ഈ പറഞ്ഞിട്ടുള്ള സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. അനച്ച കല്യാണം കഴിഞ്ഞോട്ട് തിരക്കില്ല നമുക്കൊക്കെ. കെട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓലൊക്കെ കൂടി. ഞാൻ കാര്യമായിട്ട് പറയണതാ. നമ്മൾ വിചാരിക്കും എല്ലാവരും വളരെ സൂപ്പറാണ്. ഒരുത്തിനും സൂപ്പറല്ല. എല്ലാം വേണ്ടാത്ത എല്ലാ സ്വഭാവങ്ങളും ചെയ്ത് കല്യാണം ആവുന്ന സമയത്ത് അങ്ങ് ദീനീബോധം അങ്ങ് ഉദിച്ച് താടിയൊക്കെ നീട്ടി, എൻ്റെ താടി നോക്കണ്ട കേട്ടോ, താടിയൊക്കെ അങ്ങ് നീട്ടി നല്ല കുട്ടിയായിട്ട് വരുന്നതാ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്ന HIV, അതുപോലെ തന്നെ സിഫിലിസ്, ഈ പറഞ്ഞിട്ടുള്ള HPV ഇൻഫെക്ഷൻ വൺസ് നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, ഒന്നും ചെയ്യാനില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സെർവൈക്കൽ ക്യാൻസർ വരാനുള്ള ഏറ്റവും വലിയ റീസൺ ഇതാണ്. ശ്രദ്ധിക്കുക, കല്യാണത്തിൻ്റെ മുന്നേ നിർബന്ധമായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ കാര്യം കൂടി അന്വേഷിക്കണം, നല്ലതാണ്. മടിയൊന്നും വേണ്ട അതിന്. പണ്ടത്തെ ജനറേഷൻ ഒന്നും അല്ലല്ലോ, മാറി തന്നെ വേണം കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഏറെക്കൂടെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്കറിയില്ല, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വെറും മെഷീന് മാത്രം പഠിച്ച ഈ നെട്ടും ബോൾട്ടിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ജീവിതത്തിലെ ഒരു 14-ാമത്തെ അല്ലെങ്കിൽ ഒരു 10-ാമത്തെ വയസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും അധികം ബുദ്ധിമുട്ടി, എല്ലാ മാസവും ഈ മെൻസസിൻ്റെ ദേഷ്യവും അതല്ലെങ്കിൽ മെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളും, കുട്ടികൾ, മക്കൾ, ഭർത്താവ് എല്ലാവരെയും കെയർ ചെയ്ത് ഒരു അമ്മയുടെ സ്നേഹവും ഒരു പെങ്ങളുടെ സ്നേഹവും എല്ലാം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളൊക്കെ ഇത്രയും അധികം സ്നേഹിക്കുന്ന ഞങ്ങൾക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട്.